ഹായ് ഹലോ. അങ്ങനെ നമ്മൾ നാട്ടിൽ പോകുന്ന ദിവസം എത്തി കേട്ടോ. ഇനി രാവിലെ എഴുന്നേറ്റിട്ടും തൊട്ടുണ്ടല്ലോ എന്താണെന്ന് അറിഞ്ഞൂടെ, എനിക്ക് ചെറിയൊരു ജലദോഷം കേട്ടോ. നാട്ടിൽ പോകുമ്പോൾ സാധാരണ ഒരു ടെൻഷനാണ് കേട്ടോ. നിങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. എനിക്കാണെങ്കിൽ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ ഭയങ്കര ടെൻഷൻ, അതുവരെ ഇല്ലാത്ത ടെൻഷനാണ്. കാരണം കാര്യങ്ങളൊക്കെ നടന്ന് നമ്മളങ്ങ് എത്തുന്നവരൊരു ടെൻഷനാണ്. അപ്പം ഭയങ്കര ഫുഡ് കഴിക്കാൻ തോന്നത്തില്ല. ഫുഡ് കഴിച്ചാൽ ചെറുതായെങ്കിൽ ലൂസ് മോഷനും ഭയങ്കര ടെൻഷനാണ് കേട്ടോ. അപ്പോൾ ഈ സെയിം പ്രോബ്ലം തന്നെ ക്ഷമിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ടേ ഇങ്ങനെയുള്ള കുറേ അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ വേണ്ട ഇപ്പം കുളിയെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ആണെങ്കിൽ പിന്നെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം യാത്രയ്ക്ക് പോകുന്നതിന് മുന്നേ. അപ്പം വേണ്ട പെട്ടികളൊക്കെ ബാക്കിൽ വേണ്ട നമ്മളിന്നലെ ലഗേജ് ഓൾറെഡി ഇട്ടല്ലോ. ഇത് കൈ കൊണ്ടുവന്ന ട്രോളി ബാഗ് നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഡ്രസ്സെല്ലാം ഞാൻ ഇവിടെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പം ഞാൻ നിസ്കരിച്ചിട്ട് ഒരുങ്ങട്ടെ. അബ്ദുള്ള കുളിപ്പിച്ച് അങ്ങോട്ട് ഇരുത്തിയതേ ഉള്ളൂ കേട്ടോ. അപ്പം നിസ്കരിക്കട്ടെ. അപ്പം വേഗം ജോലിയെല്ലാം എടുക്കട്ടെ. ഈ വീഡിയോ എടുക്കുമ്പോൾ ഷെഫി എപ്പോഴും എന്നോട് പറയും നേരത്തെ റെഡി ആവണം എന്നിട്ട്. ഞാനാണെങ്കിൽ ഭയങ്കര സ്ലോ ആണ്. കാരണം അങ്ങനെ അങ്ങ് പോകാൻ പറ്റത്തില്ലല്ലോ. എനിക്കാണെങ്കിൽ ചെടികൾ തിരിച്ചു വരുമ്പോൾ എൻ്റെ ചെടികൾ എന്താവും എന്നുള്ള ഭയങ്കര ടെൻഷനിലാണ് കേട്ടോ. കാരണം കഴിഞ്ഞ തവണ ഞാൻ പോയിട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ എൻ്റെ ചെടികളെല്ലാം ഉണങ്ങിപ്പോയി. പിന്നെ ഇപ്പം ചെടികൾ മാത്രമല്ല കിളികളും ഉണ്ട്. അപ്പോൾ കിളികളുണ്ട്. പിന്നെ ഗാർഡൻ്റെ രാവിലെ അവിടെ എല്ലാം വെള്ളം അടിച്ച് കഴുകി റെഡിയാക്കി പിന്നെ കിളിക്കുള്ള ഫുഡ് കൊടുത്ത് പിന്നെ അടുത്തുള്ള റൂമിലുള്ളവരെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എന്നാലും ഒന്ന് ടെൻഷനാണ്. റൂമിലാണെങ്കിൽ കുറച്ച് മണി പ്ലാന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. വരുമ്പോൾ ഇനി ഇതെല്ലാം എന്താവുമെന്ന് ഒരു ഭയങ്കര ടെൻഷൻ. അതേണ്ടാണ്ടോ കണ്ടോ വേണ്ട. ഇനി കിളിയെ കാണിച്ചു തരാം. കിളികൾ ഒരു മിനിറ്റ് കണ്ടോ. കിളികളെല്ലാം റെഡി, എല്ലാത്തിനെയും കറക്റ്റ് ചെയ്ത് എല്ലാം ഒരറ്റം പോകുമ്പോൾ കിച്ചണെല്ലാം വൃത്തിയാക്കി. ഇനി ഒരു മിനിറ്റ് കിച്ചൺ കാണിച്ചില്ലല്ലോ. കിച്ചനും എല്ലാം റെഡിയാക്കി വൃത്തിയാക്കി വെച്ചിട്ട് വേണം കേട്ടോ. വേണ്ട കേട്ടോ, എല്ലാം കറക്റ്റ് ചെയ്ത് കേട്ടോ. അപ്പം എല്ലാം സെറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ ഷെവിക്ക് വേഗം പറയാം റെഡിയാവാൻ. എനിക്കതെല്ലാം കൊടുക്കണം. കാരണം ഒരു മാസത്തേക്ക് ഇല്ലല്ലോ. നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ നോക്കാണ്ട് അങ്ങ് പോകാൻ പറ്റുമോ. പിന്നെ കബോർഡുകളെല്ലാം കുറേ ഡ്രസ്സുകൾ മാറ്റാനുണ്ടായിരുന്നു. പിന്നെ കബോർഡെല്ലാം വീണ്ടും അറേഞ്ച് ചെയ്ത് ഈ എൻ്റെ ഗാർഡൻ കാണിച്ചു തരാമേ. കണ്ടോ എൻ്റെ ഗാർഡൻ തിരിച്ചു വരുമ്പോൾ അല്ല എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയത്തില്ല. വേണ്ടേ കണ്ടോ. ഇപ്പോഴത്തെ റൂമിലുള്ളവരെ കേൾപ്പിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെയാണ് 2 നേരം വെള്ളം ഒഴിക്കണം കേട്ടോ. കാരണം പെട്ടെന്ന് ഉണങ്ങി പോകും. കണ്ടോ. ഞാൻ ഇനി സംസാരിച്ചിരുന്നാലുണ്ടല്ലോ ഒരു ജോലി നടക്കത്തില്ല. അപ്പം ഞാൻ നിസ്കരിക്കട്ടെ കേട്ടോ. നിസ്കരിച്ചിട്ട് റെഡി ആവുമ്പോൾ കാണിക്കാം. നെക്സ്റ്റ് ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പം ഞാൻ എല്ലാം റെഡി ആയിട്ട് കാണിക്കാം. ഓക്കെ. ഭയങ്കര സന്തോഷമാണ് നാട്ടിൽ പോകുമ്പോൾ. കുറേ വിശേഷങ്ങളുണ്ട് നിങ്ങളോട് പറയാൻ. അതെല്ലാം നാട്ടിൽ ചെന്നിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ വേഗം റെഡി ആവട്ടെ. അങ്ങനെ ഞങ്ങൾ എല്ലാം റെഡി ആയി കേട്ടോ. അതേണ്ടേ അമാനു എല്ലാം എൻ്റെ പെട്ടി കൊണ്ടുവെക്കുകയാണ് കേട്ടോ. എപ്പോഴും ലാസ്റ്റ് മൊമെൻറ്റിൽ ഞാനാണ് ലേറ്റ് ആവുന്നത്. അതേണ്ടേ ബാഗും ഉടുപ്പും എല്ലാം എടുത്തിട്ട് യാത്രയ്ക്ക് കുറേ നോക്കിയപ്പം ഏതിടണമെന്ന് കുറേ ആലോചിച്ചു. അപ്പം കുറച്ചുകൂടെ നമ്മൾ നൈറ്റ് അല്ലേ, അപ്പോൾ പ്ലെയിനിൽ കിടന്ന് ഉറക്കില്ലേ, അപ്പം കുറച്ചുകൂടെ കംഫർട്ടായിട്ടുള്ളത് ഈ ഒരു ഡ്രസ്സാണ് തോന്നി കേട്ടോ. അങ്ങനെ ഇതാണ് ഇട്ടത്. അപ്പം നമ്മൾ ഇറങ്ങുവാണ്. അമാനു ഒരു ബൈ പറയടാ. പെട്ടിയെല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. ഷെവി വെയിറ്റ് ചെയ്യും കേട്ടോ. അപ്പം വട്ടിയിലോട്ട് കയറട്ടെ. അങ്ങനെ നമ്മൾ അബ്ദുള്ളക്ക് ഇപ്പോഴേ ഉറക്കം വരുന്നത്. അമ്മാനു ഷെഫിയേ നാട്ടിൽ പോവല്ലേ. അബ്ദുള്ള ഇന്ന് പകല് ഞാൻ ഉറങ്ങാൻ പറഞ്ഞിട്ട് ഉറങ്ങിയില്ല കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇരുന്ന് ഉറങ്ങുക. അപ്പം നമ്മൾ നേരെ എയർപോർട്ടിലോട്ട് പോവാണ്. നേരത്തെ ലഗേജ് ഇട്ടത് കൊണ്ട് സമാധാനമുണ്ട്. സമാധാനത്തിന് ഇറങ്ങിയാൽ മതി. എന്നാലും താമസിച്ചില്ലേ. ഒരുപാട് താമസിച്ചു. അപ്പം ഇനി അവിടെ എത്തിയിട്ട് അങ്ങനെ നമ്മൾ എയർപോർട്ട് എത്താറായി കേട്ടോ. നമ്മളോട് 8:15 അവിടെ എത്തണമെന്ന് പറഞ്ഞിട്ട് നമ്മളാണെങ്കിൽ ഇവിടെ നിന്ന് 8:30 മണിയായി. കാരണം എവിടെ പോയാലും ഉണ്ടല്ലോ കറക്റ്റ് സമയത്ത് ഇറങ്ങത്തില്ല. എനിക്കാണെങ്കിൽ 100 തവണ റൂം ചെക്കിംഗ് ആണേ. അങ്ങനെ ചെക്ക് ചെയ്ത് അങ്ങനെ 8:30 മണിയായി. അങ്ങനെ നമുക്ക് ഓൾറെഡി ലഗേജ് ഇട്ടത് കൊണ്ട് എമിഗ്രേഷൻ മാത്രം പോയാൽ മതി കേട്ടോ. അതുകൊണ്ട് പിന്നെ നമ്മൾ നേരെ അകത്തോട്ട് വന്നപ്പോൾ വലിയൊരു ഫുട്ബോൾ മാച്ച് കിടക്കണം കേട്ടോ, വലിയ സ്ക്രീനകത്ത്. അങ്ങനെ കുറച്ച് ഫുട്ബോൾ മാച്ച് കണ്ട് പിന്നെ അബ്ദുള്ളക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞു.
അങ്ങനെ നമ്മൾ ആദ്യം ഇമിഗ്രേഷനിലെല്ലാം അത് കറക്റ്റ് ചെയ്തു. അതിനുശേഷം പിന്നെ ഫുഡ് വാങ്ങാൻ പോയിട്ട് നമുക്ക് കഴിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അതിന് മുന്നേ ഫ്ലൈറ്റിൻ്റെ ടൈമായി, ബസ് വന്നു. അങ്ങനെ ബസ്സിനകത്ത് നമുക്ക് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബസ്സിൽ നമ്മൾ ഫ്ലൈറ്റിൽ വരെ പോയി. ഞാനും അബ്ദുള്ളയും ഷെഫി ഒരുമിച്ചായിരുന്നു ഇരുന്നത്. അപ്പൂസാണെങ്കിൽ ഓപ്പോസിറ്റായിരുന്നു. അതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമുക്ക് ഫുഡ് വന്ന്. കഴിഞ്ഞ തവണയാണെങ്കിൽ ഞാൻ വെജ് ഷെഫിയായിട്ട് എമർജൻസിക്ക് വന്ന സമയത്തുണ്ടല്ലോ, നോൺ വെജ് വാങ്ങിയ സമയത്ത് നോൺ വെജാണ് എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ, കൊള്ളത്തില്ലായിരുന്നു ചിക്കൻ. അപ്പോൾ ഇത്തവണ ഞാൻ വെജാണ് വാങ്ങിച്ചത്. അപ്പോൾ അതിനകത്ത് അവിയലും ചോറും സാമ്പാറും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അത് കുറച്ച് കഴിച്ചു. പിന്നെ അതിന് ശേഷം ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേനുണ്ടല്ലോ അവർ എയർ സുവിധയുടെ ഫോം കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ അത് ഫില്ല് ചെയ്യണമായിരുന്നു. കാരണം നാട്ടിലൊക്കെ ഇപ്പം വൈറസും കാര്യങ്ങളൊക്കെ ആണല്ലോ, എബോള. അങ്ങനെ അതിനുശേഷം നമ്മൾ എയർപോർട്ടിൽ ലാൻഡായി. പിന്നെ ലഗേജ് എടുക്കാൻ കുറേ നേരം നിന്നു കേട്ടോ. അതിനുശേഷം പിന്നെ ലഗേജ് എടുത്ത് പുറത്ത് വന്നപ്പോഴത്തേനും വാപ്പാണെങ്കിൽ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഉമ്മ വന്നിട്ടില്ല കേട്ടോ. ഉമ്മക്കാണെങ്കിൽ കാലിന് കുറച്ച് നീരുണ്ട് കേട്ടോ, കാലുവേദനയാണ് നല്ല. അതുകൊണ്ട് ഉമ്മ വന്നില്ല. ഞങ്ങൾ 3 പേരും വാപ്പ മാത്രമേ വന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അബ്ദുള്ളയാണെങ്കിൽ എന്തൊക്കെയോ വണ്ടിയിരുന്ന് വാപ്പായിട്ട് പറയുന്നത് കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഷെഫി എല്ലാം നല്ല ഉറക്കമായി, അബ്ദുള്ളയും നല്ല ഉറക്കമായിട്ട്. കാരണം നമ്മൾ തലേദിവസം ഉറങ്ങിയിട്ടേ ഇല്ലായിരുന്നു, നല്ല ടയേർഡായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളൊന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേനും വീടെത്തി. 10:30 മണിയായി വീട്ടിലെത്തിയപ്പം. അങ്ങനെ ഉമ്മ ഞങ്ങളെയും കാത്തി പോയായിരുന്നു കേട്ടോ. അങ്ങനെ ഉമ്മയെ കണ്ട സന്തോഷമാണ്. അങ്ങനെ ഉമ്മായും അമ്മാനും ഒക്കെ ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ ലഗേജ് എല്ലാം എടുത്ത് വെച്ച് ഉമ്മാനെ നല്ല അപ്പവും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.